അന്താരാഷ്ട്ര നാണയനിധി ഈ വർഷത്തെ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യാപാര യുദ്ധം ആരംഭിച്ചതോടെ ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കുമെന്ന് പറഞ്ഞ് വളർച്ചാ നിരക്ക് താഴ്ത്തി. കഴിഞ്ഞ 80 വർഷമായി പ്രവർത്തിച്ചുവന്ന ആഗോള സാമ്പത്തിക വ്യവസ്ഥ ഇപ്പോൾ വ്യാപാര യുദ്ധം മൂലം പൂർണ്ണമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് IMF പറഞ്ഞു. പഴയ നിയമങ്ങൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയ നിയമങ്ങൾ ഇതുവരെ വികസിപ്പിച്ചെടുത്തിട്ടില്ല എന്ന ആശങ്കയും IMF പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചൈനയെ വെറുതെ വിടണമെന്നാണ് ട്രംപ് ഇന്ത്യക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ചൈനയെ വെറുതെ വിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നികുതി ആക്രമണം നേരിടേണ്ടി വരും. ട്രംപിന്റെ നടപടി US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ നികുതി വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സ്വന്തം രാജ്യത്തിന്മേൽ നികുതി ചുമത്തുന്നവരെ അതേ രീതിയിൽ നികുതി ചുമത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അമേരിക്കയിലെ ആഭ്യന്തര ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നതെന്നും ട്രംപ് വിശദീകരിച്ചു. അതുപോലെ പ്രസിഡന്റ് ആയതിനു ശേഷം ട്രംപ് വാഗ്ദാനം ചെയ്തതുപോലെ പ്രതികാര നികുതി ഏർപ്പെടുത്തി. ഇന്ത്യക്കും നികുതി ചുമത്തി. സൗഹൃദ രാജ്യങ്ങളെന്ന് കരുതപ്പെടുന്ന ജപ്പാനും കാനഡയ്ക്ക് പോലും ട്രംപ് നികുതി ചുമത്തി. എന്നാൽ എല്ലാ രാജ്യങ്ങളെക്കാളും ഏറ്റവും ഉയർന്ന നികുതി ചൈനയിലായിരുന്നു. പകരച്ചുങ്കം ഒരു വ്യാപാര യുദ്ധം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂവെന്നും അമേരിക്കയിൽ വളർച്ച സൃഷ്ടിക്കുകയില്ലെന്നുമുള്ള ആശയത്തെ സാമ്പത്തിക വിദഗ്ധർ പലതവണ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപ് ഇതൊന്നും ചെവികൊണ്ടില്ല. അദ്ദേഹം നിയന്ത്രണങ്ങളിൽ കർശനനായിരുന്നു. തൽഫലമായി മറ്റു രാജ്യങ്ങളും അമേരിക്കയിൽ താരിഫ് വർദ്ധിപ്പിച്ചു. ചൈനയുടെ പകരച്ചുങ്കം, പ്രത്യേകിച്ച് അമേരിക്ക ചൈനയുടെ മേൽ ചുമത്തിയ അതേ തലത്തിലുള്ള തീരുവകൾ ചൈനയുടെ മേലും ചുമത്തി. ഈ പകരച്ചുങ്കം ഒരു വ്യാപാര യുദ്ധം സൃഷ്ടിച്ചു. ഒരു ഘട്ടത്തിൽ അമേരിക്ക പാപ്പരത്വത്തിന്റെ വക്കിലായിരുന്നു. അതിനാൽ എല്ലാ രാജ്യങ്ങൾക്കുമുള്ള തീരുവ 90 ദിവസത്തേക്ക് നിർത്തിവെക്കുമെന്നും ഇത് ചൈനയ്ക്ക് ബാധകമല്ലെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ചൈന. അമേരിക്കയും യൂറോപ്പും മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളും ചെയ്യുന്ന അതേ ഉൽപ്പന്നങ്ങൾ ചൈനയും ഇന്ത്യയും വിയറ്റ്നാമും ഒരുമിച്ച് ഉൽപ്പാദിപ്പിക്കുന്നു. ചൈനയാണ് ഇതിന്റെ 80% ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ചൈനയ്ക്ക് നികുതി ഏർപ്പെടുത്തിയാൽ അത് ഉപയോഗശൂന്യമാകുമോ എന്ന സന്ദേഹമുണ്ടായത്. എന്നാൽ ചൈനയ്ക്കുമേൽ നികുതി ചുമത്തുക തന്നെ ചെയ്തു. ഇത് ലോകമെമ്പാടുമുള്ള ഉൽപ്പാദനത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് ഉപഭോക്താക്കളിലേക്ക് എത്താതെയായി. ഇന്ത്യയിലും അതിന്റെ ആഘാതം ബാധിച്ചു. മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ വളർച്ച സ്ഥിരതയുള്ളതായിരുന്നു. അതനുസരിച്ച് ഈ വർഷം 6.5% വളർച്ച കൈവരിക്കുമെന്നാണ് IMF പ്രവചിച്ചിരുന്നത്. എന്നാൽ താരിഫുകളും അതിന്റെ ഫലമായുണ്ടാകുന്ന വ്യാപാര യുദ്ധവും കാരണം ഈ വളർച്ച 6.2% കുറയുമെന്ന് IMF അറിയിച്ചു. ഇന്ത്യയുടെ മാത്രമല്ല, ആഗോള വളർച്ചയും 2.8% കുറയുമെന്ന് IMF പ്രവചിച്ചു. ചൈനയുടെ വളർച്ച 4.6% നിന്ന് 4.0% കുറയും. US-ന്റെ വളർച്ച 1.8% കുറയും. ലോകത്തിന്റെ വികസനത്തെ ഈ രീതിയിൽ മുരടിപ്പിക്കുന്നത് അമേരിക്ക തുടരണോ എന്നാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം. ട്രംപ് പറയുന്നതുപോലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിക്കുകയും പകരം ആ സാധനങ്ങൾ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ നടക്കുന്ന ഒരു കഥയല്ല. കാരണം അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കയിൽ ഇല്ല എന്നതാണ്. ഇത് സാധ്യമാകാൻ കുറഞ്ഞത് 10 വർഷമെടുക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു.